നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. തീരുന്നില്ല കാട്ടാനക്കലി. വയനാട് അട്ടമലയിൽ യുവാവിനെ ചവിട്ടിക്കൊന്നു. അതിരപ്പള്ളിയിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് തകർത്ത് കാട്ടാനക്കൂട്ടം. വന്യജീവി ആക്രമണത്തിൽ തലസ്ഥാനത്ത് ഉന്നതതല യോഗം. കേരളത്തിൽ ജീവിക്കാനാവാത്ത അവസ്ഥയെന്ന് കുമ്മനം രാജശേഖരൻ. വ്യത്യാസം മാത്രം വെച്ച് ചിന്തിക്കേണ്ട കാര്യമല്ല. പോലീസ് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്നത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തൽ മാത്രമാണ്. കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത്. ജാമ്യം കോടതി അനുവദിച്ചതാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ അവിടുന്ന് ആരോ ഇടക്ക് പറഞ്ഞല്ലോ അറസ്റ്റ് ചെയ്തുകൂടെ. അങ്ങനത്തെ അധികാരം സാധാരണഗതിയിൽ പോലീസിനുണ്ടോ കോടതി അനുവദിച്ച ജാമ്യത്തിൽ? പോലീസ് വീഴ്ചകളെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നമില്ല. ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ പോലീസിന് എന്ത് ചെയ്യാനാകും? മദ്യപിച്ച് വാഹനം ഓടിക്കൽ പോലീസിന്റെ ഒരു സ്വഭാവം മാത്രമെന്നും പിണറായി. വീർ സവർക്കറുടെ ഫ്രാൻസിലെ ധീരമായി ചെറുത്തുനിൽപ്പ് അനുസ്മരിച്ച് പ്രധാനമന്ത്രി. സവർക്കറെ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുന്നതിനെ എതിർത്ത ഫ്രഞ്ചുകാരോട് നന്ദി പറഞ്ഞ് നരേന്ദ്രമോദി. വൻ വരവേൽപ്പ് നൽകി ഇന്ത്യൻ സമൂഹം. പ്രധാനമന്ത്രി നാളെ അമേരിക്കയിൽ. മന്ത്രിയെ മാറ്റാൻ ശ്രമിച്ച് സ്വയം മാറി PC ചാക്കോ. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരും. ചാക്കോയെ കൈവിട്ട തോമസ് കെ തോമസ് ശശീന്ദ്രനൊപ്പം. എലപ്പുള്ളിയിൽ അടിയന്തര പ്രമേയവുമായി BJPയും കോൺഗ്രസും. ബ്രൂവറി വരുന്നതിൽ എതിർപ്പില്ലെന്ന് CPM പഞ്ചായത്ത് അംഗങ്ങൾ. മാധ്യമങ്ങളെ അധിക്ഷേപിച്ച് കോൺഗ്രസ് അംഗം അപ്പുക്കുട്ടൻ. പിണറായി സർക്കാർ വൻകിട കമ്പനികൾക്ക് കീഴടങ്ങുന്നുവെന്ന് കുമ്മനം. CPMൽ ചേർന്ന കാപ്പ കേസ് പ്രതിയെ നാടുകടത്തി. ഉത്തരവ് DYFI മലയാലപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റ് ശരൺ ചന്ദ്രനെതിരെ. ഇഡലി ശരൺ ആരോഗ്യമന്ത്രി മാലയിട്ട് സ്വീകരിച്ചയാൾ. ആചാര്യ സത്യേന്ദ്രദാസ് വിഷ്ണുപാദം പൂകി. അന്ത്യം മസ്തിഷ്കാഘാതത്തിന് ചികിത്സയിലിരിക്കെ വിടവാങ്ങിയത് അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യപുരോഹിതൻ. ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ഏകദിനം അഹമ്മദാബാദിൽ. ടോസ് ഇംഗ്ലണ്ടിന്. ഇന്ത്യക്ക് ബാറ്റിംഗ്. കേരളം ജമ്മുകശ്മീർ രഞ്ജി ക്വാർട്ടറിൽ ആവേശ പോരാട്ടം. സമനിലയെങ്കിൽ സെമിയിലെത്താം. കാടിറങ്ങുന്ന ഭീതി. അടങ്ങാത്ത കാട്ടാനക്കലി. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഇന്നും ഒരു മരണം. വയനാട് അട്ടമലയിലുണ്ടായ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. അട്ടമല സ്വദേശി ബാലനാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് ആക്രമണം നടന്നത്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, വലിയ പ്രതിഷേധം നാടെങ്ങും അലയടിക്കുന്നതിനിടെയാണ് വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഉന്നതതല യോഗമൊക്കെ ചേരാനിരിക്കുകയാണ് ഈ വന്യജീവി ആക്രമണങ്ങൾ സംബന്ധിച്ച്. പക്ഷേ ചേർത്ത് വയ്ക്കാൻ മരണങ്ങളേറെ വീണ്ടും വീണ്ടും. എന്താണ് വിവരങ്ങൾ? അർജുൻ, കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ എന്താണ് അവിടുത്തെ അവസ്ഥ? ഇപ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണം തുടർക്കഥയാകുന്നത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്നത്, അടിക്കടി ഉണ്ടാകുന്നത്, ഇത് ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം ചേരാനിരിക്കെ കൂടിയാണ് വീണ്ടും ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും വീണ, അടിക്കടി ഉണ്ടാകുന്ന വന്യമൃഗ ആക്രമണം അല്ലെങ്കിൽ വന്യമൃഗ ശല്യം വലിയ രീതിയിലാണ് ഈ വയനാടൻ ജനതയെ അഫക്ട് ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലാണ് ഇപ്പോൾ വയനാടൻ ജനത ആയിട്ടുള്ളത്. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ADMO അല്ലെങ്കിൽ തഹസിൽദാരോ വരാതെ യാതൊരു കാരണവശാലും മൃതദേഹം വിട്ടു നൽകില്ല എന്നുള്ള ഉറപ്പ് നൽകില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ ഈ മൃതദേഹം ഇവിടെ തന്നെ നിൽക്കും, ഈ വാഹനത്തിൽ കയറ്റി ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. യാതൊരു കാരണവശാലും ഈ മൃതദേഹം മറ്റൊരു സ്ഥലത്ത് വിട്ടു നൽകാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ അലയടിക്കുന്നത്. സ്വാഭാവികമാണ്, ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകും. ഈ പ്രതിഷേധം ഉണ്ടാവുക സ്വാഭാവികമാണ്. അതായത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് മാനു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. അതിന് പിന്നീടാണ് ഇന്നും
ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ബാലൻ എന്ന് വിളിക്കുന്ന ബാലകൃഷ്ണൻ മരണപ്പെട്ടിരിക്കുന്നു. 27 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ പ്രദേശത്ത് മരണപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പാടിയിലേക്ക് വരുന്ന വഴിയാണ്, അതായത് ഊരിൽ നിന്നും പാടിയിലേക്ക് വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ആന ആക്രമിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേയിലത്തോട്ടമാണ്, തൊട്ടപ്പുറത്ത് കാടാണ്, ആ കാടിന് തൊട്ടടുത്താണ് ഈ തേയിലത്തോട്ടമുള്ളത്. സ്വാഭാവികമായും ഇതിനു മുൻപും ഈ പ്രദേശത്ത് ഈ ആന ഇറങ്ങുന്നത് സ്വാഭാവികമാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു തേയില നുള്ളുന്ന ആളുകളടക്കം ഈ പ്രദേശത്തേക്ക് എത്തുക. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഇത്തരത്തിൽ പാടിയിലേക്ക് പോകുന്നതിനിടയിൽ ബാലനെ ഈ കാട്ടാന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, ആക്രമിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ബോഡി ഇവിടെ നിന്നും മാറ്റാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനംവകുപ്പുള്ളത്. എന്നാൽ നാട്ടുകാർ പറയുന്നത് ADM എങ്കിലും ഇവിടെ എത്താതെ യാതൊരു കാരണവശാലും ഇവിടെ നിന്നും ബോഡി മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. കളക്ടർ വരണമെന്ന് ആവശ്യപ്പെട്ടു, ഇതുവരെയും വന്നില്ല. തഹസിൽദാർ വരണമെന്ന് ആവശ്യപ്പെട്ടു, വന്നില്ല. ADM വരണമെന്ന് ആവശ്യപ്പെട്ടു, വന്നില്ല. ഇത്രയും നേരമായിട്ടും ഇവർക്കൊന്നും എത്തുവാൻ കഴിഞ്ഞില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് നാട്ടുകാർക്കുള്ളത്. ഇവിടെ നിന്നും കൽപ്പറ്റയ്ക്ക് 10-12 കിലോമീറ്റർ മാത്രമാണുള്ളത്. അവിടെ നിന്നും ഇത്തരത്തിൽ ADM-നോ അല്ലെങ്കിൽ തഹസിൽദാറിനോ ഇവിടെ എത്തിച്ചേരുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണുള്ളത്. ആ ഒരു ചോദ്യം ന്യായമാണ്, നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് ADM-ന് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല, തങ്ങളുടെ ജീവന് വിലയില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. വനവാസി യുവാവാണ് ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ അവരുടെ ഒരു ദുഃഖം ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ല. അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ മൃതദേഹത്തിന്റെ അടുത്ത് തന്നെയുണ്ട്. യാതൊരു കാരണവശാലും ഇത്തരത്തിൽ മൃതദേഹം വിട്ടുകൊടുക്കാൻ കഴിയില്ല, ആശുപത്രിയിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ മാറ്റുവാൻ കഴിയില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ തന്നെയാണ് നാട്ടുകാർ എടുത്തിരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, BJP, കോൺഗ്രസ് അടങ്ങിയ രാഷ്ട്രീയ പാർട്ടിക്കാർ അടക്കം ഇവിടെ എത്തി പ്രതിഷേധത്തിന് ഒപ്പം കൂടിയിട്ടുണ്ട്. BJP പ്രവർത്തകരടക്കം ഇവിടെ എത്തി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യാതൊരു കാരണവശാലും മൃതദേഹം വിട്ടുകേൾക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യജീവി ആക്രമണം അടിക്കടി വയനാട്ടിൽ ഉണ്ടാകുന്നു. യാതൊരു വിധത്തിലുള്ള പരിഹാരവും ഇതിനുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാന വാസ്തവം എന്ന് പറയുന്നത്. കൃത്യമായി തന്നെ ഫെൻസിംഗ് രീതികൾ അവലംബിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കിടങ്ങുകൾ രൂപീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആനയെ ഈ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങാതെ ഒരുക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഒരുക്കാൻ കഴിയുക, ആ രീതിയിലൊക്കെ നോക്കണം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് പ്രധാനമായും വയനാട്ടുകാരുടെ ആവശ്യം. അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ളവരടക്കം പറയുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ദുരന്തം നടന്ന സ്ഥലമാണ് ചൂരമല എന്ന് പറയുന്ന പ്രദേശത്ത്. വലിയ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞതിൽ പിന്നെയാണ് ഇത്തരത്തിൽ അട്ടമലയിലും ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ പ്രദേശത്തടക്കം ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഈ പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവിടെ താമസിക്കുന്നതും ഈ ആന ഇറങ്ങാൻ സാധ്യതയുള്ള ഈ പ്രദേശത്ത് താമസിക്കുന്നതും എന്നുള്ളതാണ് നാട്ടുകാരടക്കമുള്ളവർ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കൂടി ഈ കാര്യത്തെ മുന്നോട്ട് കാണേണ്ടതുണ്ട്. കൃത്യമായി തന്നെ ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഉൾക്കാട്ടിൽ താമസിക്കുന്നവരടക്കം ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനവാസി വിഭാഗമാണ്, അവർക്ക് അവരുടേതായ വിഭവങ്ങൾ ഇവിടെ നിന്നാണ് ലഭിക്കുക, ഈ പ്രദേശത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതമാർഗം സുരക്ഷിതമാക്കിക്കൊണ്ട് തന്നെ ഇവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനാണുള്ളത്. ഗവൺമെന്റ് കൃത്യമായി തന്നെ ഉത്തരവാദിത്തം ചെയ്യേണ്ടതാണെന്നും ഉള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ആന ഇറങ്ങുകയും അതുപോലെ തന്നെ ആന, കടുവ എന്നിവ ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ, വയനാട്ടിലെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തഹസിൽദാറാണ് അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ തഹസിൽദാർ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തഹസിൽദാർ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവരോട് സംസാരിക്കും. നമുക്ക് അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ അറിയാം. അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇപ്പോൾ തിരിച്ചു വരാം അർജുനിലേക്ക്. ഇപ്പോൾ മൃതദേഹം മാറ്റാൻ സാധിക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. പ്രതിഷേധവുമായി അവർക്ക് ഉറപ്പ് നൽകണം, ബന്ധപ്പെട്ട അധികാരികൾ ഉറപ്പ് നൽകണമെങ്കിൽ മാത്രമേ മൃതദേഹം മാറ്റാൻ അനുവദിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മൃതദേഹം മാറ്റാൻ അനുവദിക്കാതിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാർ. തിരിച്ചു വരാം. തൃശൂർ അതിരപ്പള്ളി കല്ലാല എസ്റ്റേറ്റ് ഡിവിഷനിലും കാട്ടാന ആക്രമണം. 8-ാം ബ്ലോക്കിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു. ക്വാർട്ടേഴ്സിൽ രാത്രിയിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ജനവാസ മേഖലയിൽ ഇറങ്ങി ശല്യം ചെയ്തിരുന്ന കരടി ഒടുവിൽ കൂട്ടിൽ. മലപ്പുറം തേൾപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലകപ്പെട്ടത്. പിടികൂടിയ കരടിയെ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. നാട്ടുകാരുടെ ആവശ്യപ്രകാരമായിരുന്നു കൂട് സ്ഥാപിച്ചത്.
ഒരാഴ്ചയിലേറെയായി തേൾപ്പാറയിലും സമീപ പ്രദേശങ്ങളിലും ഭീതി പരത്തി കരടി ജനവാസ മേഖലയിലുണ്ടായിരുന്നു. പ്രദേശത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്നതും നാട്ടുകാർ ജോലിക്ക് പോകുന്നതുമെല്ലാം ഭീതിയോടെയായിരുന്നു. ഒടുവിൽ നാട്ടുകാരുടെ ആവശ്യപ്രകാരം വനം വകുപ്പ് തേൾപ്പാറ കുറുമ്പ ക്ഷേത്രമുറ്റത്ത് കൂട് സ്ഥാപിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് കരടി കൂട്ടിലായത്. ഈ മേഖലയിൽ സ്ഥിരമായിട്ട് ജനവാസ മേഖലയിൽ കരടി ഇറങ്ങിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ നാട്ടുകാർ കുറച്ചു കാലം മുമ്പ് തന്നെ ഇതിനു വേണ്ടി കുറച്ചു കാലമായി ഇതിന് കൂട് വെച്ചിട്ട് കുറച്ചധികം കാലം ചീഫ് എന്നെ ബന്ധപ്പെടുന്നതോടുകൂടി കുറച്ചധികം കാലം കൂട് വെച്ചാണ്. അപ്പോൾ നിരന്തരമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും കൂട്ടിക്കൊടുക്കും. അതിൻ്റെ അതിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ചേരം പരിശോധിച്ചിട്ട് ഉൾക്കൊള്ളുന്നതിന് ഇപ്പോൾ നിലവിലൊക്കെയാണ് ആളൊക്കെ നിലവിൽ ഡോക്ടറെ എത്തിച്ച് ആരോഗ്യസ്ഥിതി. വന്യമൃഗശല്യം രൂക്ഷമായ മേഖലയാണ് തേൾപ്പാറ. കാട്ടാനകൾ അടക്കം ഇവിടെ ജനവാസ മേഖലയിൽ ഇറങ്ങാറുണ്ട്. എങ്കിലും കരടിയെ കൂട്ടിലാക്കിയതിൽ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. നമ്മുടെ ഈ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരു കരടിയാണ്. അപ്പോൾ അത് ജനവാസ മേഖലയിലേക്ക് വളരെ ഭീഷണിയാണ്. ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഭീഷണിയാണ്. രാവിലെ നടക്കുന്നവർക്ക് ടാക്സിക്കാർക്കൊക്കെ ബുദ്ധിമുട്ട്, ഞാൻ വെട്ടിക്കാർക്ക്. ഏതായാലും ഇന്ന് നമുക്കതൊരു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കൂട് വെച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അഭിലാഷ് സാറോടൊക്കെ എല്ലാവരും നമ്മുടെ പൂർവ്വ സഹകരണം ഉണ്ടായതുകൊണ്ട് ഈ കൂടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അമ്പലങ്ങളിൽ സ്ഥിരം കയറുന്ന ഈ കരടിയെ ഇന്ന് കൂട്ടിക്കയറിയതിന് ശേഷം അതിനെ കൊണ്ടുപോകുന്നതിന് നമ്മുടെ DF സാറടക്കം എല്ലാവരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ മുൻകെത്തിയിട്ടുണ്ട്. ജനങ്ങൾ ഏതായാലും തൽക്കാലം ജനങ്ങളുടെ ഒരു ഭീതി അകന്നു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇനി അത് വേറെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇപ്പോൾ താൽക്കാലികമായിട്ട് നമുക്കൊരു സമാധാനം ജനങ്ങൾ. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കരടിയെ നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വന്യമൃഗശല്യം പരിഹരിക്കാൻ ശാശ്വത നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ജനം, മലപ്പുറം. വനപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ വനവാസി വിഭാഗത്തിൽപ്പെട്ട കൂടുതൽ പേർ മരിക്കുന്നത് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ദുരന്ത നിവാരണ വിഭാഗം അടിയന്തര യോഗം വിളിച്ചു. ഇന്ന് വൈകിട്ട് 4:45 ഓൺലൈനായാണ് യോഗം. ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, ഈസ്റ്റേൺ സർക്കിൾ CCF, നോർത്തേൺ സർക്കിൾ CCF, വയനാട് ജില്ലാ കളക്ടർ, വയനാട് ജില്ലാ പോലീസ് മേധാവി, വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ, വയനാട് നോർത്ത് സൗത്ത് ഡിവിഷനിലെ DFOമാർ, ജില്ലാ ട്രൈബൽ ഓഫീസർ, ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ, സെക്രട്ടറി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വന്യജീവി ആക്രമണത്തിൽ സർക്കാർ ഇടപെടൽ നിഷ്ക്രിയമെന്ന BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടമാകുന്നത് ഇല്ലാതാക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാകുക, ഇതെല്ലാം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ വന്യജീവി ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഈ ബജറ്റിൽ അവതരിപ്പിച്ചു. ഈ കേരളത്തിലെ ജനങ്ങളാണല്ലോ ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വന്യജീവികളുടെ ആക്രമണം നാട് മുഴുവൻ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വനമേഖലയ്ക്ക് സമീപ പ്രദേശങ്ങളിലും അധിവസിക്കുന്ന ജനങ്ങളുടെ ആവാസ ഭൂമിയിലെല്ലാം തന്നെ ഈ തരത്തിലുള്ള ആക്രമണം നടക്കുകയാണ്. ഈ ജീവൽ പ്രശ്നമാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പിനെ അവന് ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകി കൊടുക്കേണ്ട ഒരു വിഷയമല്ലേ ബജറ്റിൽ ഇത്. അതിന് ആവശ്യമായിട്ടുള്ള വേലി കെട്ടുകയോ മതിൽ കെട്ടുകയോ എന്ത് ചെയ്തിരുന്നാലും ജനങ്ങളെ സംരക്ഷിക്കണ്ടേ. വന്യജീവി ആക്രമണങ്ങളിൽ ഇരകളായവർക്കുള്ള നഷ്ടപരിഹാര വിഷയത്തിൽ സർക്കാർ ഒത്താശയോടെയുള്ള പ്രഹസന സമര നാടകങ്ങൾ അവസാനിപ്പിക്കണമെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി. വന്യജീവി ആക്രമണത്തിനിരയായി മരിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരത്തിന് നിയമവ്യവസ്ഥയുണ്ടെങ്കിലും അത് ഔദാര്യമാണെന്ന് വരുത്തി തീർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണ്. സമരം സംഘടിപ്പിച്ച ശേഷം നഷ്ടപരിഹാര വിതരണത്തിനായി മന്ത്രിമാർ ഉൾപ്പെടെ രംഗത്ത് വന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് N. ഹരി വിമർശിച്ചു. ഭരിക്കുന്ന സർക്കാരും അവരുടെ പാർട്ടിയും ഒക്കെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു നാടകമുണ്ട് നമ്മുടെ ഈ നാട്ടിൽ. സാധാരണ രീതിയിൽ ഒരാളെ ആന ആക്രമിക്കുക അല്ലെങ്കിൽ ഒരു കാട്ടുപോത്ത് ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ നാട്ടിലിറങ്ങുന്നു. അവരെല്ലാവരും സമരത്തിൻ്റെ മുൻപന്തിയിലുണ്ടാകുന്നു. അവിടെ കളക്ടർ വരുന്നു, അല്ലെങ്കിൽ RDO വരുന്നു, 10 ലക്ഷം രൂപ കൊടുക്കുന്നു, സമരം അവസാനിപ്പിക്കുന്നു. ഇതിപ്പോൾ എല്ലാ ദിവസവും 1ഉം 2ഉം എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് വലിയ ഒരു പ്രഹസനമാണ്. ഇവിടുത്തെ സാധാരണ പാവപ്പെട്ടവനെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇത്. സംസ്ഥാനത്ത് ജനങ്ങൾ നേരിടുന്ന പോലീസിന്റെ അതിക്രമങ്ങൾ ഓരോ പോലീസുകാരുടെയും സ്വഭാവത്തിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ വിചിത്രമായ പരാമർശം. സംസ്ഥാനത്തെ പോലീസ് സേനയുടെ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുള്ള മറുപടിയിലാണ്
മുഖ്യമന്ത്രി പോലീസ് സേനയുടെ കുറ്റകൃത്യങ്ങൾ ന്യായീകരിച്ച് സംസാരിച്ചത്. എന്താ പറ്റിയ അപ്പൊ നിങ്ങളത് നടത്തിക്കോളൂ എന്നാണല്ലേ? അത് നടത്തിക്കോളൂ എന്നാണല്ലേ? നടത്തിക്കോളും, അതല്ലേ സിഗ്നൽ. സംസ്ഥാനത്ത് പോലീസ് സേനയിൽ നിന്നും ഉണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ച അടിയന്തര പ്രമേയത്തിന് പരിഹാസ രൂപേണയാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. പോലീസ് സേനയിലെ ചില ഉദ്യോഗസ്ഥരുടെ സ്വഭാവമാണ് ചില വീഴ്ചകളായി മാറുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. പോലീസിന് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്നുണ്ട്, ഫലപ്രദമായി പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട്. വീഴ്ചകൾ ചിലത് സംഭവിക്കുന്നു എന്നത് അത് ഗൗരവമായി കണ്ട് ഈ നന്മകളും നല്ല കാര്യങ്ങളും ചെയ്യുന്നു എന്നതിൻ്റെ മേലെ ആരെങ്കിലും ഒരാൾ വീഴ്ച കാണിച്ചാൽ, ഏതെങ്കിലും ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാൽ അത് മറച്ചു വെക്കാനോ അതിനെ ഇല്ലാതാക്കാനോ ഉള്ള നടപടിയല്ല ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ കർക്കശമായ നടപടി സ്വീകരിക്കും. സമീപകാലത്ത് സംസ്ഥാനത്ത് നടന്ന പോലീസ് അതിക്രമങ്ങളും നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. ചങ്ങലയ്ക്കാണ് പ്രാന്ത് പിടിച്ചിരിക്കുന്നതെന്ന് VD സതീശൻ പോലീസിനെ വിമർശിച്ചു. പോലീസ് വന്ന് ജീപ്പിൽ ഇറങ്ങുന്നു, കണ്ണി കണ്ട മുഴുവൻ ആളുകളെയും തല്ലുന്നു, സ്ത്രീകളെ ഉൾപ്പെടെ. എവിടെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ? ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? ക്രിമിനലുകളെ ചങ്ങലക്കിടേണ്ട, വിലങ്ങ് വെക്കേണ്ടവരാണ് പോലീസ് എന്ന് പറയുന്നത്. ആ ചങ്ങലയ്ക്കാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോയി അവതരിപ്പിക്കും? പാലക്കാട് നെന്മാറയിൽ ഇരട്ട കൊലപാതകം നടത്തിയ പ്രതി ചെന്താമരയ്ക്ക് മനഃപൂർവ്വമല്ലെങ്കിൽ പോലും സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്തത് പോലീസ് എന്ന ആക്ഷേപവും സഭയിൽ ഉയർന്നു. തുമ്പ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയതും പത്തനംതിട്ടയിൽ കുടുംബത്തെ പോലീസ് തല്ലിച്ചതച്ച സംഭവങ്ങളും സഭയിൽ ചർച്ചയായി. ക്രമസമാധാന ചുമതല പാലിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിനൊടുവിൽ അടിയന്തര പ്രമേയത്തിന് സഭാധ്യക്ഷൻ അനുമതി നിഷേധിച്ചു. ജനം, തിരുവനന്തപുരം. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച PC ചാക്കോ ശരത് പവാറിന് രാജിക്കത്ത് കൈമാറി. ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരും. പാർട്ടി പിളരുമെന്ന സാഹചര്യത്തിലാണ് രാജിവെച്ചത്. ചാക്കോയ്ക്കെതിരെ ശശീന്ദ്രൻ പക്ഷം നീക്കം നടത്തിയിരുന്നു. പ്രജിത് മോഹനൻ ചേർന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, മന്ത്രിയുടെ ശശീന്ദ്രന്റെ രാജിക്കായി ബഹളം, പിന്നീട് PC ചാക്കോ തന്നെ രാജിവെച്ചൊഴിയുന്ന സാഹചര്യം, എന്താണ് വിവരങ്ങൾ? അതായത് മുഖ്യമന്ത്രിയെ വരെ വെല്ലുവിളിക്കാൻ തയ്യാറായി PC ചാക്കോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്ന ഒരു കാര്യം. NCPയിലെ മന്ത്രിസ്ഥാന മാറ്റവുമായി ബന്ധപ്പെട്ട്. എന്നാൽ പിന്നീട് അതേ PC ചാക്കോ ഇപ്പോൾ ഇതാ NCP വിടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും കൗതുകകരമായ കാര്യം. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തോടെ മുന്നോട്ട് പോയി. അതിനുവേണ്ടി ഒരുപാട് ചരടുവലികൾ നടത്തി. NCP ദേശീയ നേതൃത്വത്തെ കൊണ്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചു. ഇതിനിടയിൽ CPMന്റെ ദേശീയ നേതൃത്വത്തെ വിഷയത്തിൽ ഇടപെടിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒടുവിൽ NCPയിൽ നിന്ന് PC ചാക്കോ ഒന്ന് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അങ്ങനെ ഒടുവിൽ സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോൾ ശശീന്ദ്രൻ വിഭാഗം ശക്തമായി PC ചാക്കോയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് കൂടി സ്വീകരിച്ചപ്പോഴാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഈ രീതിയിൽ ദേശീയ അധ്യക്ഷൻ ആയ ശരത് പവാറിന് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും താൻ രാജിവെക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിക്കുകയും ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരുന്ന കാര്യത്തിലുള്ള അന്തിമ തീരുമാനം അത് ശരത് പവാറാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും നിലവിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി മാത്രം തുടരുകയാണ് എന്നുള്ളതുമാണ് PC ചാക്കോ അറിയിച്ചിരിക്കുന്നത്. തൊട്ടു പിന്നാലെ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AK ശശീന്ദ്രൻ NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് കത്തയക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണേണ്ടി വരികയാണ്. അതായത് PC ചാക്കോയും തോമസ് കെ തോമസും ഒരുമിച്ച് നിന്നാണ് ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കങ്ങളെല്ലാം നടത്തിയത്. ഒടുവിൽ അത് പൂർണ്ണമായും പരാജയപ്പെട്ടപ്പോൾ തോമസ് കെ തോമസ് നേരെ മറുകണ്ഠം ചാടി AK ശശീന്ദ്രനൊപ്പം ചേർന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകം. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയത്തിലെ തന്നെ വലിയ മറുകരച്ചാട്ടങ്ങളിലേക്ക് ഒന്നാണ് ഈ PC ചാക്കോയുടെ പക്ഷത്ത് നിന്നും തോമസ് കെ തോമസ് നേരെ ശശീന്ദ്രൻ പക്ഷത്തേക്ക് പോയത് എന്നുള്ളത് കൂടി പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത്. അതുവരെ കഴിഞ്ഞ സംസ്ഥാന ഭാരവാഹി യോഗം വരെ ഈ രീതിയിൽ തോമസ് കെ തോമസ് NCP അധ്യക്ഷനായിരുന്ന PC ചാക്കോയ്ക്ക് ഒപ്പമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഈ മാറുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ട് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ അത് AK
ശശീന്ദ്രനൊപ്പമാണ് എന്നുള്ള കാര്യം കൂടി ഉറപ്പിച്ചതിന് ശേഷമാണ് തോമസ് കെ തോമസ് മറുകണ്ഠം ചാടിയതെന്നുകൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. തുടർന്ന് AK ശശീന്ദ്രൻ വിഭാഗത്തിന് വലിയ ശക്തി വരുന്നു. വിവിധ ജില്ലാ അധ്യക്ഷന്മാരും PC ചാക്കോയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും ശശീന്ദ്രൻ പക്ഷം NCP ദേശീയ നേതൃത്വത്തെ കൃത്യമായി വിവരങ്ങൾ അറിയിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇനി PC ചാക്കോയുടെ നേതൃത്വം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 6-ാം തീയതി നടന്നിരുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ശശീന്ദ്രൻ വിഭാഗം പങ്കെടുത്തിരുന്നില്ല. അതോടൊപ്പം തന്നെ 18-ന് വിളിച്ചിരിക്കുന്ന യോഗത്തിലും ശശീന്ദ്രൻ പക്ഷം പങ്കെടുക്കില്ല എന്നുള്ളൊരു നിലപാട് അറിയിച്ചിരുന്നു. അങ്ങനെ സമ്മർദ്ദം PC ചാക്കോയ്ക്ക് മുകളിലായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒടുവിൽ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പൂർണ്ണ പിന്തുണ ശശീന്ദ്രന് മുഖ്യമന്ത്രി നൽകുന്നതോടെ NCPയിലെ ഒരു അധികാര കേന്ദ്രം പൂർണ്ണമായി AK ശശീന്ദ്രനായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ആദ്യ ഘട്ടം മുതൽ തന്നെ ശശീന്ദ്രനെ മാറ്റാനുള്ള നീക്കങ്ങൾ PC ചാക്കോ സജീവമാക്കിയ സമയത്ത് പോലും ശശീന്ദ്രൻ ഒരു തരത്തിലും ഈ വിഷയത്തിൽ ഒരു അതൃപ്തനാകുന്നു അല്ലെങ്കിൽ ഒരു ഇളക്കം തട്ടുന്ന രീതിയിലേക്കൊന്നും അദ്ദേഹം പോയിരുന്നില്ല. പൂർണ്ണമായും മുഖ്യമന്ത്രിയിൽ വിശ്വാസം ഉറപ്പിച്ച ശശീന്ദ്രൻ നിലനിന്നിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയുന്നതും എല്ലാം ആ രീതിയിൽ തന്നെയായിരുന്നു. മുഖ്യമന്ത്രി നൽകുന്ന അകമഴിഞ്ഞ പിന്തുണ തന്നെയായിരുന്നു ശശീന്ദ്രന്റെ ഏറ്റവും വലിയ കരുത്ത്. ആ കരുത്ത് കാട്ടി തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ NCPയിലെ അധികാര വടംവലിയിൽ ജയിച്ചിരിക്കുന്നു. തന്നെ നീക്കാൻ നിന്ന തോമസ് കെ തോമസിനെയും തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് പാർട്ടിയിലെ 2 MLA-മാരും ഒരു പക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന സാഹചര്യം കൂടിയാണ് ശശീന്ദ്രൻ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ശശീന്ദ്രൻ നൽകിയിരിക്കുന്ന കത്ത് ഈ സാഹചര്യത്തിൽ ശരത് പവാർ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. ഒപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പോലും തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നുള്ളൊരു ആവശ്യം ഒരു പ്രമേയം പോലെ ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും ഇപ്പോൾ ഒരു കേരളത്തിലെ നല്ലൊരു ഭാഗം ജില്ലാ പ്രസിഡന്റുമാരും NCP സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസ് വരണമെന്ന ആവശ്യം കൂടി ഉയർത്തുന്ന സാഹചര്യത്തിൽ അടുത്ത സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ് തന്നെയായിരിക്കും. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തും തുടരുന്നു. അങ്ങനെ ശശീന്ദ്രനൊപ്പം നിൽക്കുന്ന ആൾ സംസ്ഥാന അധ്യക്ഷനായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തും തുടരുന്നു. PC ചാക്കോയ്ക്ക് ഇനി NCPയിൽ അധികം വലിയ ഭാവിയൊന്നും ഇല്ല എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, ശരി പ്രജിത്ത്. പാലക്കാട് ഇലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ ബ്രൂവറിക്കെതിരെ BJPയും കോൺഗ്രസും അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തെ എതിർത്ത് CPM. മദ്യക്കമ്പനി വരുന്നതിൽ എതിർപ്പില്ലെന്ന നിലപാടിലാണ് CPM അംഗങ്ങൾ. പഞ്ചായത്തിൽ അടിയന്തര പ്രമേയം ചർച്ച തുടരുകയാണ്. എലപ്പുള്ളി പഞ്ചായത്തിലെ അവിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് BJP വ്യക്തമാക്കി. പ്രമേയത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് അപ്പുക്കുട്ടൻ മാധ്യമങ്ങളെയും അധിക്ഷേപിച്ചു. സംസ്ഥാന സർക്കാർ വൻകിട കമ്പനികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നുവെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. ഇടതു സർക്കാർ നെൽവയലുകളും നീർത്തടങ്ങളും നശിപ്പിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വിരുദ്ധ നിലപാടാണ് ഇടതു സർക്കാർ കാണിക്കുന്നത്. നിലപാട് തിരുത്തും വരെ സർക്കാരിനെതിരെ BJP പോരാട്ടം തുടരുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഗവൺമെൻറ് ഒരു വൻകിട കമ്പനിക്ക് കീഴടങ്ങുകയാണ്. അവരുടെ താല്പര്യം പരിരക്ഷിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. പക്ഷേ അത് നിലവിലുള്ള എല്ലാ നിയമങ്ങളും കാറ്റിപ്പുറത്തിക്കൊണ്ടാണ്. ഇവിടുത്തെ 2008 നീർത്തട നെൽവയൽ സംരക്ഷണ നിയമമുണ്ട്. അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ. അതുപോലെ തന്നെ ഭൂപരിധി നിയമമുണ്ട്, അതും ലംഘിക്കുകയാണ്. അപ്പം നിലവിലുള്ള നിയമങ്ങളെയെല്ലാം സർക്കാർ തന്നെ ലംഘിക്കുകയാണ്. രാജ്യം രാജ്യാന്തരം. ഫ്രാൻസിലെ മർസേ യുദ്ധസ്മാരകത്തിൽ വീർ സവർക്കറെ സ്മരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1910 ഫ്രഞ്ച് സർക്കാർ അറസ്റ്റ് ചെയ്ത സവർക്കറെ ബ്രിട്ടന് വിട്ടുകൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം അന്ന് മാർസേ നഗരത്തിൽ നടന്നു. അന്ന് പ്രക്ഷോഭം നയിച്ച നേതാക്കൾക്കും മാർസേ ജനതയ്ക്കും നന്ദി അറിയിക്കാൻ അവസരം ഉപയോഗിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. അതിസാഹസികമായാണ് ബ്രിട്ടീഷ് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടാണ് വീർ സവർക്കർ മാർസേ തീരത്തെത്തിയത്. 1910 ജൂലൈ 8 ബ്രിട്ടീഷ് കപ്പലായ മൗറിയോയിൽ നിന്ന് വീര സവർക്കർ അതിസാഹസികമായി രക്ഷപ്പെട്ടു. തുടർന്ന് അദ്ദേഹം മാർസൈ തീരത്തേക്ക് നീന്തിയെത്തി. ഫ്രഞ്ച് സർക്കാരിന്റെ പിടിയിലായ അദ്ദേഹത്തെ പിന്നീട് ബ്രിട്ടന് കൈമാറുകയായിരുന്നു. സവർക്കറെ ബ്രിട്ടന് വിട്ടുകൊടുക്കരുതെന്നാവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം അന്ന് മാർസൈ നഗരത്തിൽ നടന്നിരുന്നു. എങ്കിലും ഫ്രഞ്ച് സർക്കാർ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഭാരതത്തിന്റെ ധീരദേശാഭിമാനിയെ ബ്രിട്ടന് വിട്ടു നൽകരുതെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച മാർസൈ നഗരത്തിലെ ജനതയ്ക്കും നേതാക്കൾക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ചരിത്ര സംഭവം ഓർത്തെടുത്ത നിമിഷം എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്.
ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ധീരമായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന നഗരമാണ് മാർസേ എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. വീര സവർക്കറുടെ ഓർമ്മ തലമുറകൾക്ക് പ്രചോദനമാകുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഗാസ ഏറ്റെടുക്കുമെന്ന നിലപാട് ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായി വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ട്രംപ് നിലപാട് ആവർത്തിച്ചു. ഗാസയിലെ ഒരു വിഭാഗം ജനങ്ങളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. നിസ്സഹായരായ ഗാസയിലെ ജനതയെ മനുഷ്യ കവചമാക്കാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെയാണ് ഗാസയിലെ ഹമാസ് ശക്തി കേന്ദ്രങ്ങളിൽ കഴിയുന്ന ഒരു വിഭാഗം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യം അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു വിഭാഗം ജനങ്ങളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റണമെന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ നിർദ്ദേശത്തെ അറബ് രാജ്യങ്ങളും ജോർദാനും ഈജിപ്തും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതിനിടയിലാണ് ജോർദാൻ രാജാവ് അബ്ദുള്ള വൈറ്റ് ഹൌസ് സന്ദർശിച്ചത്. ജോർദാൻ രാജാവുമായുള്ള കൂടിക്കാഴ്ചയിലും ട്രംപ് നിലപാട് ആവർത്തിച്ചു. അതേസമയം ഗാസയിലെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള 2000 കുട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ജോർദാൻ രാജാവ് അറിയിച്ചു. ഗാസയിലെ ജനതയെ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച ഈജിപ്തിന്റെ നിലപാട് കൂടി അറിഞ്ഞതിനു ശേഷം അന്തിമ തീരുമാനമെന്നും ജോർദാൻ രാജാവ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചതായാണ് സൂചന. ക്രിയാത്മക ചർച്ചകളാണ് നടന്നതെന്ന് ജോർദാൻ രാജാവ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ഗാസയിലെ ഹമാസ് ശക്തി കേന്ദ്രങ്ങളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യത്തോട് കൂടുതൽ അനുകൂലമായാണ് കൂടിക്കാഴ്ചയിൽ രാജാവ് പ്രതികരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ ആപ്പുകളും വെബ്സൈറ്റുകളും നിരോധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ചൈനീസ് ആപ്പായ ടിക്ടോക്ക് ഉൾപ്പെടെ 805 മൊബൈൽ ആപ്പുകളും 3266 വെബ്സൈറ്റുകളും ഇതുവരെ നിരോധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അമിത്ഷാ അറിയിച്ചു. ആത്മീയതയ്ക്കായി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു ആചാര്യ സത്യേന്ദ്രദാസിൻ്റേത്. 33 വർഷം രാംലല്ലയ്ക്ക് സേവിച്ച ശേഷമാണ് സത്യേന്ദ്രദാസിന്റെ ദേഹവിയോഗം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ഉയർന്ന അതിക്രമത്തിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയ ആചാര്യൻ സത്യേന്ദ്രദാസ് ആയിരുന്നു. ഉത്തർപ്രദേശിലെ സന്ത് കബീർ നഗറിൽ 1940-ലാണ് ആചാര്യ സത്യേന്ദ്രദാസിന്റെ ജനനം. ചെറുപ്രായത്തിൽ അച്ഛനൊപ്പം തുടർച്ചയായി അയോധ്യ നഗരത്തിൽ വന്നുപോയത് സത്യേന്ദ്രദാസിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. അയോധ്യയുടെ ആത്മീയ അന്തരീക്ഷം സത്യേന്ദ്രദാസിനെ സ്വാധീനിച്ചു. മന്ത്രോച്ചാരണങ്ങൾ കേട്ടുവളർന്ന ബാലൻ അങ്ങനെ ആത്മീയതയുടെ പാത തെരഞ്ഞെടുക്കുകയായിരുന്നു. വേദത്തിലും സംസ്കൃതത്തിലും പാണ്ഡിത്യം നേടി. സംസ്കൃതത്തിൽ ബിരുദമെടുത്ത അദ്ദേഹം അയോധ്യയിലെ സംസ്കൃത വിദ്യാലയത്തിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 20-ാം വയസ്സിൽ നിർവാണി അഖാഡയുടെ ഭാഗമായി 1992 മാർച്ച് 1-നാണ് അയോധ്യയിലെ മുഖ്യപൂജാരിയായി നിയമിക്കപ്പെട്ടത്. കാർ സേവകർ തർക്കമന്ദിരം നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ രാമവിഗ്രഹം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് സത്യേന്ദ്രദാസ് ആണ്. ടാർപോളിൻ കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ക്ഷേത്രത്തിൽ രാംലല്ലയെ അദ്ദേഹം സേവിച്ചു. 2020 ഓഗസ്റ്റ് 5-ന് ഭൂമി പൂജ നടക്കുമ്പോഴും കഴിഞ്ഞ വർഷം പ്രാണപ്രതിഷ്ഠാ സമയത്തും സത്യേന്ദ്രദാസ് തന്നെയായിരുന്നു അയോധ്യയിലെ മുഖ്യപൂജാരി. രാമജന്മഭൂമി മുന്നേറ്റത്തിന്റെ ഓരോ ഘട്ടത്തിലും ആചാര്യ സത്യേന്ദ്രദാസ് മുന്നിലുണ്ടായി. ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന ഹിന്ദു വിരുദ്ധ കലാപത്തിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയ ആചാര്യൻ സത്യേന്ദ്രദാസ് ആയിരുന്നു. ഭാരതത്തിന്റെ ആത്മീയതയുടെ രംഗത്ത് തീരാ നഷ്ടമാണ് ആചാര്യ സത്യേന്ദ്രദാസിന്റെ ദേഹവിയോഗം. ജനം, ഡൽഹി. സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം. മാഘപൂർണിമ ദിനമായ ഇന്ന് പ്രയാഗ്രാജിലെ മഹാകുംഭനഗരിയിലേക്ക് ഭക്തജനപ്രവാഹമാണ്. തീർത്ഥാടകരുടെ ബാഹുല്യം കണക്കിലെടുത്ത് പ്രയാഗ്രാജിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം കുംഭനഗരിയിലേക്കുള്ള വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണവും ഏർപ്പെടുത്തി. അണമുറിയാതെയുള്ള ഭക്തജന പ്രവാഹമാണ്. ലക്ഷോപലക്ഷം ഭക്തർ ത്രിവേണി തീർത്ഥത്തിൽ സ്നാനം നടത്തി. मैं दिल्ली से आया हूँ और जिसका महापूर्णिमा स्नान था, जो व्यवस्था थी वो काफ़ी अच्छी थी और हमारा स्नान 4 बजे, हमने 4 बजे स्नान किया था और सब कुछ आज काफ़ी अच्छे से हुआ. തിരക്കൊഴിവാക്കാനായി മികച്ച ക്രമീകരണങ്ങളാണ് സജ്ജീകരിച്ചത്. हम जैसे सुबह 3 बजे पहुंच गए थे, स्नान किए थे, भीड़ थी, लेकिन हम लोग आराम से स्नान कर लिए हैं और फिर उसके बाद स्नान करके निकल लिए हैं. अभी रास्ते में हैं, अब जा रहे हैं वापस.
മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ നേരിട്ട് കുംഭനഗരിയിലെ ക്രമീകരണങ്ങൾ തത്സമയം വിലയിരുത്തി. ഇതുവരെ 47 കോടിയോളം തീർത്ഥാടകർ പ്രയാഗ്രാജ് സന്ദർശിച്ചു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കുടുംബവും പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിലെത്തി പുണ്യസ്നാനം നടത്തി. 26 ശിവരാത്രിയോടെ മഹാകുംഭമേള സമാപിക്കും. ജനം, പ്രയാഗ്രാജ്. മാഘപൂർണിമ ദിനത്തിൽ മഹാകുംഭമേളയിൽ പങ്കെടുത്ത BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഭാര്യയ്ക്കൊപ്പമെത്തിയാണ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തത്. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠര രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. തുടർന്ന് 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകരും. കുംഭമാസം 1-ന് രാവിലെ 5 മണിക്ക് നട തുറക്കും. മാസപൂജകൾ പൂർത്തിയാക്കി ഫെബ്രുവരി 17-ന് രാത്രി 10-ന് ഹരിവരാസനം പാടി നടയടയ്ക്കും. തിരുവനന്തപുരം കരകുളം കാച്ചാണി കുന്നൂർശാല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തൈപ്പൂയ കാവടി മഹോത്സവം ഭക്തിസാന്ദ്രമായി. 7 ദിവസമായി നടന്ന ഉത്സവം ഇന്നലെ നടന്ന കാവടി ഘോഷയാത്രയോടെ സമാപിച്ചു. അഭിഷേക കാവടി ഘോഷയാത്ര ഇറയാംകോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും, പീലി അഗ്നിക്കാവടി ഘോഷയാത്ര ഏണിക്കര തെക്കേടം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിച്ചത്. ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയതോടെ അഗ്നിവിളയാട്ടവും കാവടി അഭിഷേകവും നടന്നു. വിശേഷാൽ പൂജകൾക്കും കലാപരിപാടികൾക്കും ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു. പാതിവില തട്ടിപ്പ് കേസിൽ ഇതുവരെ 35 കോടിയുടെ പരാതികൾ ലഭിച്ചതായി പോലീസ്. 585 എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഏറ്റവും കൂടുതൽ പരാതികൾ എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നിന്നുമാണ്. പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്ത് പരാതികളുടെ ഒഴുക്കാണ്. ഇതുവരെ 35 കോടിയുടെ 585 പരാതികളാണ് പോലീസിന് ലഭിച്ചത്. എഫ്ഐആർ, അനുബന്ധ രേഖകൾ, സാക്ഷിമൊഴികൾ തുടങ്ങിയ വിവരങ്ങൾ അന്വേഷണ സംഘം ജില്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എറണാകുളത്തും ഇടുക്കിയിലുമാണ്. ഓരോ ജില്ലകളിൽ നിന്നും വന്ന പരാതികൾ പരിശോധിച്ച ശേഷം മൊഴിയെടുക്കേണ്ടവരുടെ വിശദമായ പട്ടിക തയ്യാറാക്കും. തുടർന്നാകും അന്വേഷണത്തിലേക്ക് കടക്കുക. മുഖ്യപ്രതി അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമിക പരിശോധന പൂർത്തിയാകുന്നതിന്റെ അടിസ്ഥാനത്തിലാകും റിമാൻഡിലുള്ള അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. പണം വാങ്ങി ജനപ്രതിനിധികളടക്കം മൊഴി വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ജനം, തിരുവനന്തപുരം. പാതിവില തട്ടിപ്പിൽ കോഴിക്കോട് ജില്ലയിൽ വീണ്ടും കേസ്. വൈദികനായ ജോസ് പ്രകാശ് നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസ് അനന്തു കൃഷ്ണനെതിരെ കേസെടുത്തു. പാതിവിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് സ്റ്റാർസ് എന്ന സന്നദ്ധ സംഘടന 88 ലക്ഷം രൂപ തട്ടിയെന്നാണ് കേസ്. CPM-ൽ ചേർന്ന കാപ്പ കേസ് പ്രതിയെ നാടുകടത്താൻ ഉത്തരവ്. ഡിവൈഎഫ്ഐ മലയാലപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റായ ശരൺ ചന്ദ്രനെയാണ് നാടുകടത്തിയത്. 1 വർഷത്തേക്കാണ് നാടുകടത്തിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് മാലയിട്ട് ഇയാളെ CPM-ലേക്ക് സ്വീകരിച്ചത് വിവാദമായിരുന്നു. ആലപ്പുഴ CPM-ൽ വീണ്ടും പൊട്ടിത്തെറി. തുമ്പോളിയിൽ CPM വിടാനൊരുങ്ങി 80ഓളം പ്രവർത്തകർ. തുമ്പോളി ലോക്കൽ കമ്മിറ്റിയിലെ 17 ബ്രാഞ്ചുകളിൽ 9 ബ്രാഞ്ചുകളും പ്രവർത്തനം നിർത്തി. കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ലോക്കൽ സമ്മേളനത്തിന് ശേഷമാണ് തുമ്പോളിയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച PA സാബു എന്നയാളെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിരുന്നു. MLA അടക്കമുള്ളവർ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് തുമ്പോളി ലോക്കൽ കമ്മിറ്റിയിലെ 17 ബ്രാഞ്ചുകളിൽ 9 ബ്രാഞ്ചുകളും പ്രവർത്തനം അവസാനിപ്പിച്ചത്. 80ഓളം പ്രവർത്തകർ പാർട്ടി വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിനിടെ തുമ്പോളി നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി PP ഡേവിഡ് കഴിഞ്ഞ ദിവസം CPM വിട്ട് CPI-ൽ ചേർന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ CPM വിട്ട് മറ്റു പാർട്ടികളിൽ ചേരുമെന്നാണ് സൂചന. കടുത്ത വിഭാഗീയതയെ തുടർന്ന് കുട്ടനാട്ടിലും കായംകുളത്തും നിരവധി പേരാണ് പാർട്ടി വിട്ട് BJP-യിലും മറ്റു പാർട്ടികളിലും ചേർന്നത്. ജനം, ആലപ്പുഴ. എല്ലാവർക്കും വീടെന്ന് സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോഴും അന്തി ഉറങ്ങാൻ പോലും വീടില്ലാതെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 10,000. 16,513 പട്ടികവർഗ കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീടില്ലാത്തത്. 5,736 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി പോലുമില്ല.
പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങാനുള്ള ബജറ്റ് വിഹിതങ്ങളിൽ 9 വർഷങ്ങൾക്കിടെ ചെലവഴിച്ചത് 11% മാത്രം. ജനം ബ്രേക്കിംഗ്. എല്ലാവർക്കും വേണ്ടുന്ന പിണറായി സർക്കാർ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായെങ്കിലും ഒന്നും ശരിയായില്ലെന്നതിന്റെ തെളിവുകളാണ് ഈ നിയമസഭാ രേഖകൾ. സർക്കാരിന്റെ തന്നെ കണക്ക് പ്രകാരം 16,513 പട്ടികവർഗ കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീടില്ലാത്തത്. ഇതിൽ 5,736 കുടുംബങ്ങൾക്കും സ്വന്തമായി ഭൂമി പോലുമില്ല. (2016-17) മുതൽ 2024-25 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ വിവിധ ബജറ്റുകളിലായി പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി നൽകാൻ വകയിരുത്തിയത് 433.39 കോടി രൂപ. ഇതിൽ പക്ഷേ 9 വർഷം കൊണ്ട് ചെലവഴിച്ചത് ആകെ 50,74 ലക്ഷം രൂപ. അതായത് ബജറ്റ് വിഹിതത്തിന്റെ 11% മാത്രം. പട്ടികജാതി പൊതുവിഭാഗങ്ങളുടെ കണക്കുകൾ കൂടിയെടുത്താൽ സംസ്ഥാനത്തെ ഭവനരഹിതരുടെ എണ്ണം ലക്ഷങ്ങൾ കടക്കും. അപ്പോഴും ബാക്കിയാകുന്നത് സംസ്ഥാനത്തെ അവശ്യ വിഭാഗങ്ങളെ പുരോഗതിയിലേക്ക് നയിച്ചെന്ന സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം മാത്രം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. സ്വകാര്യ സർവകലാശാല ബില്ലിൽ ആശങ്കയിലായി വിദ്യാർത്ഥി സംഘടനകൾ. സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ സമരം നടത്തിയ SFI നിലപാട് മയപ്പെടുത്തി. നിലപാട് മാറ്റത്തിനെതിരെ SFIക്കെതിരെ വിമർശനമുയരുമ്പോൾ സ്വകാര്യ സർവകലാശാലയ്ക്ക് അംഗീകാരം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയാണ് AIYF. സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ സമരം നടത്തി പ്രതിഷേധിച്ച വിദ്യാർത്ഥി സംഘടനയാണ് SFI. എന്നാൽ അധികാരം ഇടതു സർക്കാരിലേക്കും ബില്ല് കൊണ്ടുവരുന്നത് പിണറായി സർക്കാരുമായതോടെ SFI സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ മയപ്പെടുകയാണ്. ബില്ലിൽ രാഷ്ട്രീയ ചർച്ചകൾ തുടർന്നപ്പോഴും മൗനം തുടർന്ന SFI ഇന്നലെ പ്രതികരിച്ചു. സാമൂഹ്യനീതിയും മെറിറ്റും പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും ജനാധിപത്യ അവകാശങ്ങളെന്നാണ് പുതിയ നിലപാട്. സ്വകാര്യ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും സംഘടനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനും വിദ്യാർത്ഥി യൂണിയൻ ഉൾപ്പെടെയുള്ള ജനാധിപത്യ വേദികൾ ഉറപ്പുവരുത്താനും സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നാണ് SFI പറയുന്നത്. സമരം നടത്തി പ്രതിഷേധിച്ച SFI ആശങ്കകൾക്കൊടുവിലാണ് നിലപാട് മയപ്പെടുത്തി പ്രതികരിച്ചത്. എന്നാൽ സ്വകാര്യ സർവകലാശാലയ്ക്ക് അംഗീകാരം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയാണ് AIYF. സ്വകാര്യ സർവകലാശാലകൾ ഇടതു നയമല്ലെന്ന് AIYF പറയുന്നു. വിദ്യാർത്ഥി സംഘടനകൾക്കിടയിലെ ആശയക്കുഴപ്പവും നിലപാട് മാറ്റവും വരും ദിവസവും ചർച്ചയാകും. ജനം, തിരുവനന്തപുരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സംവിധാനത്തെ മാത്രം മുൻനിർത്തി മുന്നോട്ടു പോകാനാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വകാര്യ സർവകലാശാലകൾ ഉൾപ്പെടെ ശക്തിപ്പെടണം. വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു. കരുവന്നൂരിന്റെ പേരിൽ പാർട്ടിയെ തകർക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. DMD യൂണിവേഴ്സിറ്റി, സ്വകാര്യ സർവകലാശാല, വിദേശ സർവകലാശാല എല്ലാം തന്നെ അനുവദിക്കുന്ന ഒരു സമീപനമാണ് വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലക്ക് ശക്തിയായിട്ട് മുന്നോട്ടേക്ക് കുതിക്കാൻ ഇന്നത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇപ്പോൾ നമുക്കറിയാം. ലക്ഷക്കണക്കിന് കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേരളം. ആ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി എങ്ങനെയാണ് ഇനിയും ഒരു മുന്നേറ്റം? കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് 5 കൊല്ലക്കാലം നമുക്കറിയുന്നത് പോലെ താഴെ തരത്തിലുള്ള LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടൽ നടത്തി വിദ്യാഭ്യാസ സംവിധാനത്തിന് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കുതിപ്പുണ്ടാക്കാൻ സാധിക്കുകയുണ്ടായി. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധു എഴുതിയ കത്ത് പുറത്ത്. തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള ഉപദ്രവം കൂടുതലാണെന്നും ജോളിയുടെ കത്തിൽ പറയുന്നു. ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ലെന്നും കത്തിലുണ്ട്. ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തലച്ചോറിന് രക്തസ്രാവത്തെ തുടർന്ന് ജോളി ബോധരഹിതയായത്. കളമശ്ശേരി സ്ഫോടന കേസിൽ പുതിയ തെളിവുകൾ തേടി പോലീസ്. വിദേശ ഫോൺ കോളുകൾ സംശയാസ്പദം. സ്ഫോടക വസ്തുക്കൾ ക്രമീകരിക്കാൻ വിദഗ്ധരുടെ സഹായം ലഭിച്ചിരുന്നോ എന്നും സംശയം. പുതിയ തെളിവുകൾ നിർണായകമെങ്കിൽ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചേക്കും.
കളമശ്ശേരി സ്ഫോടന കേസിൽ ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് ഏകപ്രതിയെന്ന് കണ്ടെത്തി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷമാണ് നേരത്തെ ലഭിച്ച ചില സൂചനകളിലും ഡിജിറ്റൽ തെളിവുകളിലും കൂടുതൽ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുത്തത്. ആദ്യഘട്ട അന്വേഷണത്തിൽ ഉൾപ്പെടാതിരുന്ന വിദേശത്തേക്ക് വിളിച്ച ഫോൺ കോളുകൾ, സ്ഫോടനത്തിന് മുൻപ് അയച്ചതായി സംശയിക്കുന്ന ചിത്രങ്ങൾ എന്നിവ കൂടുതൽ പേരുടെ പങ്കാളിത്തത്തിനോ പുറത്തുനിന്നും സാങ്കേതിക സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയിലേക്കോ നീങ്ങുന്നതാണോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ കുറ്റകൃത്യത്തിനെന്ന് അറിഞ്ഞോ അറിയാതെയോ സഹായങ്ങൾ ലഭിച്ചോ എന്നാണ് കണ്ടെത്തേണ്ടത്. കേസിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2023 ഒക്ടോബർ 29-നായിരുന്നു നാടിനെ നടുക്കിയ സ്ഫോടനം ഉണ്ടായത്. രാവിലെ 9:30 ആദ്യ സ്ഫോടനവും തുടർച്ചയായി മറ്റ് 2 സ്ഫോടനങ്ങളും ഉണ്ടായി. സ്ഫോടനത്തിൽ ആദ്യം 6 പേരും ചികിത്സയിലിരിക്കെ 2 പേരുമാണ് മരിച്ചത്. യഹോവ സാക്ഷികൾ സഭയിൽ അംഗമായിരുന്ന ഡൊമിനിക് മാർട്ടിൻ സഭയിലുള്ളവരുമായി തെറ്റിപ്പിരിയുകയും സ്ഫോടനം നടത്തി പ്രതികാരം ചെയ്യുകയായിരുന്നുവെന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ജനം, കൊച്ചി. തിരുവനന്തപുരം RCCയിൽ വഴിവിട്ട നിയമനങ്ങൾ തുടർക്കഥ. മാനദണ്ഡങ്ങൾ മറികടന്ന് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ തസ്തികയിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ നീക്കമെന്ന് പരാതി. 20-ലധികം വർഷം സർവീസുള്ളവരെ പരിഗണിക്കാതെയാണ് CPM അനുഭാവികളായ കരാറുകാരെ ഉയർന്ന തസ്തികയിൽ നിയമിക്കുന്നത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ വിവിധ തസ്തികകളിൽ CPM അനുഭാവികളെ പിൻവാതിൽ വഴി നിയമിക്കുന്നത് ഇതാദ്യമായല്ല. RCCയിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ കരാറുകാരെ നിയമിക്കുന്നതായാണ് ഉയരുന്ന ആക്ഷേപം. ക്ലർക്ക് MRT തസ്തികയിൽ പ്രവൃത്തി പരിചയമുള്ളവരെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ, മെഡിക്കൽ റെക്കോർഡ്സ് ഓഫീസർ തസ്തികകളിലേക്ക് നിയമിക്കാറുണ്ട്. എന്നാൽ നിയമവിരുദ്ധമായി ഇത്തരം ഉയർന്ന തസ്തികകളിലേക്ക് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നുവെന്നാണ് ഉയരുന്ന പരാതി. RCCയിലെ മെയിന്റനൻസ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ പരീക്ഷയോ അഭിമുഖവും നടത്താതെ പാർട്ടിക്കാരെ കുത്തിനിറച്ചതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. സാങ്കേതിക പരിജ്ഞാനം ആവശ്യമുള്ള തസ്തികകളിലേക്കാണ് ഇത്തരത്തിൽ അഭിമുഖം പോലും നടത്താതെ നിയമനം നടത്തിയിരുന്നത്. നിയമിച്ചവരിൽ പലർക്കും കാലാവധി നീട്ടി നൽകുന്നതും പതിവാണ്. മെഡിക്കൽ കോളേജുകളിലെയും RCCയിലെയും താൽക്കാലിക നിയമനങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ്. കുടുംബശ്രീ ജില്ലാ മെഷീൻ വഴിയും അല്ലാതെയും നടത്തുന്ന നിയമനങ്ങളിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ജനം, തിരുവനന്തപുരം. കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ പാം എസ്റ്റേറ്റിൽ തീപിടുത്തത്തിനു പിന്നിൽ ദുരൂഹത. തീപിടുത്തത്തിന്റെ കാരണം എന്തെന്ന് RDOയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് എസ്റ്റേറ്റിലെ 75ഓളം ഏക്കറിലേക്ക് തീ പടർന്നത്. സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാമിന്റെ കുളത്തൂപ്പുഴ കണ്ടൻചിറയിലെ എണ്ണപ്പനത്തോട്ടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ആരെങ്കിലും ബോധപൂർവം തീയിട്ടതാണോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പുനലൂർ RDOയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. 75 ഏക്കറിലധികം ഭൂമിയിലാണ് തീ പടർന്നു പിടിച്ചത്. പ്രദേശത്ത് 10,000-കണക്കിന് എണ്ണപ്പനകൾ ഉണ്ട്. ഇതിൽ കുറേയധികം പൂർണ്ണമായി കത്തി നശിച്ച നിലയിലാണ്. ഇന്നലെ ഉച്ചയോടെ തീ പടർന്നതിനു പിന്നാലെ 3 തൊഴിലാളികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. നാട്ടുകാരും ഫയർഫോഴ്സും വനംവകുപ്പും ചേർന്ന് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും മണിക്കൂറുകളോളം ദൗത്യം തുടരേണ്ടി വന്നു. 5 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് സ്ഥലത്തേക്കെത്തിയത്. കാറ്റ് ദിശ മാറുന്നതിനനുസരിച്ച് തീ പടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അർദ്ധരാത്രിയോടെയാണ് നിയന്ത്രണ വിധേയമായത്. ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത സംഭവമാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ തീ കാണുന്നത്. തീ കാണുന്നത് വെച്ചാൽ ഭയങ്കര പുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയായിട്ട് വന്നപ്പോഴത്തേക്ക് ആ ആനോട്ടഞ്ചിറ സൈഡിൽ നിന്ന് തീ പടരുന്നത് കണ്ടു. പക്ഷേ നമുക്ക് അടുക്കാൻ പറ്റുന്നില്ല. ഏതാണ്ട് 60 കിലോമീറ്റർ സ്പീഡിനാണ് ഈ കാറ്റടിക്കുന്നത്. നമ്മളിപ്പോൾ അപ്പുറത്ത് കാണുന്ന തീ അരമണിക്കൂറിനുള്ളിൽ ഒരു 10-15 ഏക്കറിലോളമാണ് പടരുന്നത്. ഒരു നിവൃത്തിയില്ലാതെ തീ വന്നിരിക്കുകയാണ്. ഏതാണ്ട് രാത്രി 12 മണി കഴിഞ്ഞാണ് ഇവിടുന്ന് എല്ലാ ഉദ്യോഗസ്ഥന്മാരും പോകുന്നത്. അതുവരെ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഇതാണ്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പോലീസും വനംവകുപ്പും സംയുക്തമായി അന്വേഷണം നടത്തും. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ അധികൃതരും സ്ഥലത്തേക്കെത്തും. തീ നിയന്ത്രണ വിധേയമാണെങ്കിലും ഇന്നും പലയിടത്തായി പുക ഉയരുന്നുണ്ട്. എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ചേർന്ന് പൂർണ്ണമായും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ജനം, കൊല്ലം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കെ ഹോംസ് പദ്ധതിക്ക് അനുവാദം നൽകിയത് മന്ത്രി മുഹമ്മദ് റിയാസ്. ആൾതാമസമില്ലാത്ത വീടുകൾ കണ്ടെത്തി ടൂറിസം രംഗത്തെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിലെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ആദ്യഘട്ടം കൊണ്ടുവരും. ടൂറിസം മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം. ബജറ്റ് പാസ്സായാൽ ഉടൻ പദ്ധതി തുടങ്ങുമെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു. വളരെ
പ്രധാനപ്പെട്ടതും ജനങ്ങൾ പൊതുവെ അറിയാൻ താല്പര്യപ്പെടുന്നതുമായ ഒരു ചോദ്യമാണിത് സാർ. ബഡ്ജറ്റിൽ കെ ഹോംസിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സംസാരിച്ചതിന് ശേഷം പലരും വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സാർ. കേരള ടൂറിസത്തിൻ്റെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമുക്കറിയാം ഹോസ്പിറ്റാലിറ്റി ശൃംഖലയുടെ വിപുലീകരണമാണ്. ഇത് കണ്ടുകൊണ്ട് ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കെ ഹോംസ് എന്ന പദ്ധതിക്ക് സർക്കാർ രൂപം നൽകുകയാണ്. ഈ ആൾതാമസമില്ലാത്ത ഒഴിഞ്ഞ വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരം വീടുകളിൽ ആളുകൾക്ക് മികച്ച താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഹോംലി ഫുഡ് അടക്കമുള്ള സൗകര്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. പ്രത്യേക ബുക്കിംഗ് സൗകര്യം അടക്കം ആലോചിക്കുന്നുണ്ട്. ഇത് ബജറ്റ് പാസ്സായാൽ ഉടൻ തന്നെ അത് സംബന്ധിച്ച പരിശോധനയിലേക്ക് കിടക്കും എന്നുള്ളതാണ് സഭയെ ഞാൻ ഈ വേളയിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ. 4 വർഷത്തിനിടെ പേവിഷബാധയേറ്റ് ജീവൻ നഷ്ടപ്പെട്ടത് 94 പേർക്ക്. 2020 മുതൽ 24 വരെയുള്ള കണക്കുകളാണിത്. കഴിഞ്ഞ വർഷം മാത്രം തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത് 50,000-ലധികം പേർക്ക്. ആരോഗ്യവകുപ്പിൽ നിന്നുള്ള വിവരാവകാശ രേഖയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. ജനം ബ്രേക്കിംഗ്. കഴിഞ്ഞ 4 വർഷത്തെ കണക്കുകളാണ് ഞെട്ടിപ്പിക്കുന്നത്. 2020 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 31 വരെയുള്ള കണക്കുകളാണ് ഇത്. ഈ കാലയളവിൽ മാത്രം തെരുവുനായയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് 94 പേർക്കാണ്. 2020 5 മരണവും 2021 11 പേരും 2022 27ഉം 2023 25ഉം 2024 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 2020 1,60,483 പേർക്കാണ് തെരുവുനായ ആക്രമണത്തിൽ കടിയേറ്റത്. 2021 അത് 2,21,379 വർദ്ധിച്ചു. 2022 2,88,866 2023 3,06,427 2024 3,16,793 പേർക്കുമാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഓരോ വർഷം കൂടുന്തോറും ആക്രമണത്തിനിരയാവുന്നവരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമാണ് കാണുന്നത്. ജില്ല തിരിച്ചുള്ള കണക്കുകളും ഞെട്ടിപ്പിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് മാത്രം കഴിഞ്ഞ വർഷം ചികിത്സ തേടിയത് 50,000-ന് മുകളിൽ ആളുകളാണ്. ഇതിൽ ഒട്ടും കുറവല്ല മറ്റ് ജില്ലകളുടെ കണക്കുകളും. സംസ്ഥാനത്ത് തെരുവുനായകളുടെ ആക്രമണത്തിനിരയാവുന്നവരുടെ എണ്ണത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളം ഞെട്ടുന്നൊരു കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് തന്നെയാണ് ഈ കണക്കുകൾ പുറത്തുകൊണ്ടിരിക്കുന്നത്. തെരുവുനായകളെ നിയന്ത്രിക്കുന്ന പദ്ധതികൾ പലതും തദ്ദേശഭരണ കൃത്യമായിട്ട് നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് തെരുവുനായകളുടെ എണ്ണം വർദ്ധിക്കുന്നതും ഇവർ ആക്രമണത്തിനിരയാവുന്നവരെ എണ്ണം വർദ്ധിക്കാനും കാരണമായി കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തെരുവുനായ നിയന്ത്രണ പദ്ധതി അതിശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ കേരളത്തിൽ പേവിഷബാധയേറ്റ് മരണപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന കാര്യം അതിവിദൂരമല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെയാണ് സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം പെരുകുന്നത്. തെരുവുനായ ആക്രമണങ്ങൾ പ്രതിരോധിക്കുവാൻ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ടെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ തെരുവുനായ ആക്രമണം വർദ്ധിക്കുന്നതായാണ് സർക്കാർ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ജനം, തിരുവനന്തപുരം. കായിക വാർത്തകൾ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ 2 മാറ്റങ്ങൾ. സൂപ്പർ താരം ജസ്പ്രീത് ബുംറയ്ക്കും യശസ്വി ജയ്സ്വാളിനും ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമാകും.
പരിക്കേറ്റ ബുംറയ്ക്ക് പകരം ഹർഷിത് റാണയും ജയ്സ്വാളിന് പകരം വരുൺ ചക്രവർത്തിയും ടീമിൽ ഇടം പിടിച്ചു. നോൺ ട്രാവലിംഗ് പകരക്കാരായി ജയ്സ്വാളിനെയും സിറാജിനെയും ശിവൻ ദുബെയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.